അസ്സലാമു അലൈക്കും. ഞാൻ ഫർള് നമസ്കാരങ്ങളെക്കുറിച്ചും ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ദുആ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തഹജ്ജുദ് നിസ്കാരം പഠിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം ളുഹാ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് തസ്ബീഹ് നിസ്കാരത്തിനെക്കുറിച്ചാണ്. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. അതിൻ്റെ ആദ്യം നിയ്യത്ത് പഠിപ്പിക്കാം. അറബിയിലുള്ള നിയ്യത്ത്: ഉസല്ലി ലില്ലാഹി തആല, ഉസല്ലി സുന്നത്തി തസ്ബീഹി 4 റക്അത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. മലയാളം: ആദരവാക്കപ്പെട്ട തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ അദായി നിസ്കരിക്കുന്നു. നിയ്യത്തിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക. കൈകെട്ടിയതിന് ശേഷം വജ്ഹത്ത് ഓതുക. വജ്ഹത്തിന് ശേഷം ഫാത്തിഹ ഓതുക. 1-ാമത്തെ സൂറത്ത് അൽഹാഖ് മുത്തക്കാസിർ ആണ്. ആ സൂറത്ത് ഓതിയതിന് ശേഷം തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങുക. തസ്ബീഹ് എന്താണെന്ന് വെച്ചാൽ അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞുതരാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. കൈ കെട്ടിക്കഴിഞ്ഞാൽ 15 പ്രാവശ്യമാണ് ആ തസ്ബീഹ് ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞ് റുക്കൂവിൽ 10 പ്രാവശ്യം. അതിനുശേഷം സെമി അല്ലാഹു ലിമൻ ഹമിദയ്ക്ക് ശേഷം 10 പ്രാവശ്യം. സെമി അല്ലാഹു ലിമൻ ഹമിദയ്ക്ക് ശേഷം 10 പ്രാവശ്യം. അതിനുശേഷം സുജൂദിലേക്ക് പോകുമ്പോൾ 10 പ്രാവശ്യം. സുജൂദിൽ ചൊല്ലേണ്ടത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. അവിടുന്ന് എഴുന്നേറ്റിരുന്ന് റബ്ബി ഓഫറിലേക്ക് ശേഷം വീണ്ടും തസ്ബീഹ് 10 പ്രാവശ്യം. വീണ്ടും സുജൂദ് ചെയ്യുക. സുജൂദിൽ പറയേണ്ടതിന് ശേഷം തസ്ബീഹ് ചൊല്ലുക. അതിനുശേഷം ഒന്ന് ഇരുന്നതിന് ശേഷം മാത്രമേ 2-ാമത്തെ റക്അത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ആ ഇരുത്തത്തിൽ 10 പ്രാവശ്യം. അങ്ങനെ ഒരു റക്അത്തിൽ മൊത്തം 75 പ്രാവശ്യം. ഓരോ പ്രാവശ്യം തസ്ബീഹ് ചെല്ലുമ്പോഴും തീരുന്ന സമയത്ത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലുന്നത് നല്ലതാണ്. അപ്പം നമുക്കത് തീർന്നെന്ന് മനസ്സിലാകും. ഇതിന് ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കാം. ഇനി ആർക്കെങ്കിലും നിസ്കരിക്കാൻ അറിയാൻ വയ്യെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിൽ കുഴപ്പമില്ല. അറിയാൻ വയ്യാത്തവർക്ക് പുറകിൽ നിന്ന് കേൾക്കാമല്ലോ. 2-ാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഫാത്തിഹ ഓതുക. അതിനുശേഷം സൂറത്തുൽ വൽ അസർ ഓതിയതിന് ശേഷം വേണം 15 പ്രാവശ്യം പറയാൻ. അങ്ങനെ 2-ാമത്തെ റക്അത്ത് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 75 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക. 2-ാമത്തെ റക്അത്തിൽ ലാസ്റ്റ് ഇരുന്നതിന് ശേഷം അത്തഹിയാത്ത് പകുതി ഓതുക. അതിനുശേഷം 3-ാമത്തെ റക്അത്തിലേക്ക് പോവുക. സൂറത്തുൽ കാഫിറൂന ഓതുക. വീണ്ടും പഴയതുപോലെ 75 പ്രാവശ്യം 3-ാമത്തെ റക്അത്തിലും തസ്ബീഹ് ചൊല്ലുക. വീണ്ടും 4-ാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതിനുശേഷം 4-ാമത്തെ റക്അത്തിൽ ലാസ്റ്റ് ഇരുന്നതിന് ശേഷം അത്തഹിയാത്ത് ഫുൾ ഓതി സലാം വീട്ടുക. ഇതാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം. അതുകൂടാതെ ഇന്ന് തസ്ബീഹ് നിസ്കാരം ഒരു വർഷത്തിൽ 1 പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 1 പ്രാവശ്യം, ആഴ്ചയിൽ 1 പ്രാവശ്യം, അങ്ങനെയാണ് കണക്ക്. വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും നിസ്കരിക്കണമെന്നാണ് പറയുന്നത്. തസ്ബീഹ് നിസ്കാരം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനായി ശ്രമിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻഷാ അല്ലാഹ് അടുത്തത് തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. ഇത് മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക.